ഇപ്പോൾ സുകുമാരൻ നായർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. വോട്ടുകൾ കോൺഗ്രസുകാരുടെ മാത്രമല്ല, ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു മാറ്റം ആവശ്യമാണെന്ന് ആഗ്രഹപ്രകാരം രാഷ്ട്രീയമില്ലാതെ എല്ലാവരും വോട്ട് ചെയ്തതാണ് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടായത്. അത് തങ്ങളുടെ മാത്രം കഴിവാണ് എന്ന് അവരാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ നിവൃത്തിയില്ല. പറയുന്ന അവരുടെ ഒരു തരംഗമാണ് വിജയത്തിന് കാരണമെന്ന്. അല്ല, തരംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം വേറെയാണ്. ജനം പൊറുതിമുട്ടി, അവർ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്തു. അതാണ് അതിനകത്തെ കാര്യം. അത് കോൺഗ്രസ്സുകാരതിന് അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ മാത്രം വിജയമാണ് എന്ന് ആർക്കും അവകാശപ്പെടാൻ ഒക്കത്തില്ല. ജനങ്ങളുടെ വിജയമാണ്. പാർട്ടിയോടൊക്കെയുള്ള ഒരു എതിർപ്പായിരുന്നു ജനങ്ങൾ ഇതിൽ വോട്ടായിട്ട് പ്രകടിപ്പിച്ചത്. ഏത് പാർട്ടി? ഞാനതൊന്നും കമന്റ് ചെയ്യുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തികളോടുള്ള എതിർപ്പുണ്ടെന്ന് കരുതുന്നു? ഒന്നും പറയുന്നില്ല സാർ. ഇപ്പോൾ നിലവിൽ UDFന്റെ ഒരു 3 മുഖ്യമന്ത്രിമാരുടെ പേരാണ് വരുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് VD സതീശൻ, KC വേണുഗോപാൽ. അതിലാരെങ്കിലും വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരായാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു നിലപാട് അങ്ങനെ. ആരായാലും കുഴപ്പമില്ല. സാധാരണ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരു അർഹത കൂടി പരിഗണിക്കണമെന്നുള്ളതേ ഉള്ളൂ. പരിഗണിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആരെ വേണേ അവർ വെച്ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമില്ല. പക്ഷേ അത് അങ്ങനെ പരിഗണിക്കുമ്പോൾ അത് അവരാണല്ലോ പരിഗണിക്കേണ്ടത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ അവരുടെ സർവീസ്, അവരുടെ രാഷ്ട്രീയ ജീവിതം ഒക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്കുള്ള കോൺഗ്രസിനകത്തുള്ള ഒരു സർവീസിനെ കൂടെ കണക്കിലെടുത്ത് വേണം ചെയ്യാനെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ 3 പേരുകൾ വന്നു എന്ന് പറഞ്ഞു. അതിൽ ഈ VD സതീശൻ അടക്കമുള്ള ആളുകൾ NSS സമുദായ നേതാക്കളുടെ ഒപ്പം വരരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രതികരണം നടത്തിയിരുന്നു അന്ന്. ആര് പറഞ്ഞു? ജനറൽ സെക്രട്ടറി തന്നെ അന്നൊരു പറഞ്ഞിരുന്നല്ലോ, അതായത് തിണ്ണ നിറങ്ങരുത് എന്നേ. VD സതീശൻ അതിന് മാറ്റമൊന്നുമില്ല, ആ നിലപാടിന് മാറ്റമൊന്നുമില്ല. എന്ന് വെച്ച് വ്യക്തിപരമായിട്ട് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എനിക്ക് ആരോടും വിരോധമില്ല. പക്ഷെ VD സതീശനുമായിട്ടുള്ള അത് നിലപാടിന് യാതൊരു മാറ്റവുമില്ല. സമദൂരം എന്നുള്ളത് തന്നെ, അതായത് NSS ആരോടും ഞങ്ങൾക്ക് മന്ത്രി വേണമെന്നൊക്കെ ആവശ്യപ്പെടില്ല എന്ന നിലപാടിൽ ഉറച്ചില്ല. ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതെ, ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് കാണുന്നത്. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്തു കോൺഗ്രസ്സിന്. അത് കോൺഗ്രസിൻ്റെ മാത്രം നേട്ടമായിട്ട് ആരും കാണണ്ടെന്നാണ് പറഞ്ഞത്. വ്യക്തമാണ്. അപ്പോൾ VD സതീശനോടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും ഒരു വ്യക്തിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സുകുമാരൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്താണ് ആ സൂചന? അനുഭവ സമ്പത്ത്, അനുഭവ പരിചയം അത് മാനദണ്ഡമാക്കണം എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. VD സതീശനുമായിട്ടുള്ള കാര്യത്തിൽ ആ നിലപാടിൽ നിന്നൊരു ഇഞ്ചും പിന്നോട്ട് പോയിട്ടില്ല, അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. അതിൻ്റെ പൂർണ്ണ അവകാശവും കോൺഗ്രസിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരമില്ല, ഇത് ജനങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തതാണ്, രാഷ്ട്രീയാതീതമായി വോട്ട് ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്.